വിൻഡോസ് 10 രജിസ്ട്രി ഇൻട്രഡക്ഷൻ പാർട്ട് 5. നമ്മൾ ആദ്യം തന്നെ പാർട്ട് 4 രജിസ്ട്രി റൂട്ടിൻ്റെ അകത്ത് 3 ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ട്. ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ഇൻഫർമേഷൻ ഫയൽ അസോസിയേഷൻ, എന്തൊക്കെ എക്സ്റ്റൻഷനുള്ള ഫയലിന് എന്തൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. മൂന്നാമത്തെ ഇൻഫർമേഷൻ ഓബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ്. ഈ OLEന് നമ്മൾ കോം എന്ന് പറയും. കോം എന്ന് പറയുന്നത് ഒരു വലിയ ചാപ്റ്ററാണ്. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലിങ്കിങ് പറഞ്ഞാൽ എന്താണ്, എംബഡിങ് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ MS ഓഫീസിൽ വേർഡിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ വേർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിക്ചറും പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് നമ്മൾ പെയിൻ്റ് നിന്ന് ഒരു പിക്ചറിനെ കോപ്പി ചെയ്തിട്ട് MS ഓഫീസിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. MS ഓഫീസിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു പിക്ചറിനെ പേസ്റ്റ് ചെയ്താൽ ഈ MS ഓഫീസ് ഇതിനെ DocX ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കളയും. ആദ്യമേ പിക്ചർ BMP JPG ഫോർമാറ്റിലാണ് ഉണ്ടാവുക. പക്ഷേ DocX ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത പിന്നെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇനി എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റിലുള്ളപ്പോൾ ഇത് പിക്ചർ ഫോർമാറ്റിലാണ് ഉണ്ടായത്. വേർഡിൽ പേസ്റ്റ് ചെയ്തതും ഇതിന് DocX ഫോർമാറ്റായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ പിക്ചറിൽ ഇനി നമുക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ നമുക്ക് എംബഡിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ഇൻസെർട്ടിന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പുതിയതായിട്ട് ഈ വേർഡിൻ്റെ അകത്ത് തന്നെ ബിറ്റ് മാപ്പ് ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ഒരു ബിറ്റ് മാപ്പ് ഇമേജ് വെച്ചിട്ടുണ്ട്. ആ ഇമേജിനെ ഈ ഫയലിൻ്റെ അകത്ത് കൊണ്ടുവരിക. അതിന് ക്രിയേറ്റ് ഫ്രം ഫയൽ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്രൗസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഒരു BMP പിക്ചറുണ്ട്. ഈ പിക്ചറിനെ സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ടിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ഇൻസെർട്ടിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ പിക്ചർ ഇൻസെർട്ട് ആയിട്ടുണ്ട്. ഇതുപോലെ പിക്ചറിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഈ പിക്ചറിനെ DocX ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യില്ല. അതിൻ്റെ പകരം BMP ഫോർമാറ്റിൽ തന്നെ അകത്ത് പിക്ചറിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നോക്കിയാൽ ഈ BMP ഫയലിന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെയിൻറ്റ് ഓപ്പൺ ആവും. വേർഡ് DocX ഫോർമാറ്റിലാണ് ഫയലൊക്കെ സ്റ്റോർ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു BMP ഫോർമാറ്റിൽ ഒരു ഓബ്ജക്റ്റിനെ ഇൻസെർട്ട് ചെയ്തിട്ട് BMP ഫോർമാറ്റിൽ തന്നെ DocXൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എംബഡിങ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഫയലിന് ലിങ്ക് ചെയ്യാനും പറ്റും. ഒരു ഫയലിന് ഈ ഡോക്യുമെൻറ്റിൽ ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓബ്ജക്റ്റിനെ ഒരിക്കൽ കൂടി സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ഫ്രം ഫയലിനെ സെലക്ട് ചെയ്തിട്ട് ബ്രൗസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതേ പിക്ചറിനെ സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ടിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫയലിന് എംബഡ് ചെയ്യേണ്ട, ലിങ്ക് ചെയ്താൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ലിങ്ക് ടു ഫയൽ എന്നുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് താഴെ ഓക്കെനെ ക്ലിക്ക് ചെയ്താൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ആ ഫയല് ലിങ്ക് ആയിട്ടുണ്ടാവും. എംബഡ് ചെയ്യുന്നതിനും ലിങ്ക് ചെയ്യുന്നതിനും എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ പിക്ചറിനെ പെയിൻറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ് എന്ന് താഴെ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ടിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഫയലിനെ സേവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സേവ് ചെയ്ത് പിന്നെ നമ്മളുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ ഒരിക്കൽ സേവ് ചെയ്തിട്ട് പിന്നീട് അതിനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡറിൽ ടെസ്റ്റ് ഡോക്ക് എന്ന് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വേർഡ് ഡോക്യുമെൻറ്റിനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത ടെക്സ്റ്റ് ഡോക്കിനെ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലിങ്കിനെ അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്സിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ ക്ലാസ് എന്നുള്ള ഇൻഫർമേഷൻ വന്നളയും. നമ്മൾ ആദ്യമേ എംബഡ് ചെയ്ത് ആ പിക്ചറിൽ നോക്കിയാൽ ഈ ക്ലാസ് എന്നുള്ള ഇൻഫർമേഷൻ വന്നിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം. നമ്മളുടെ ആദ്യമേ ഹാർഡ് ഡിസ്കിൽ ന്യൂ ഫോൾഡറിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഈ പിക്ചറിന് നമ്മൾ എംബഡ് ചെയ്യുമ്പോൾ അകത്ത് കോപ്പി ചെയ്തിട്ട് BMP ഫോർമാറ്റിൽ തന്നെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ ഫയലിന് ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്യാറില്ല. അതിൻ്റെ പകരം ഫയലിനെ റീഡ് ചെയ്തിട്ട് അവിടെയുള്ള ആ പിക്ചറിന് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഇൻസെർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് പെയിൻറ്റിനെ സേവ് ചെയ്ത് കഴിഞ്ഞു.
ഈ ഡോക്യുമെൻറ്റിനെ ക്ലോസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പിക്ചർ ഉണ്ടാവില്ല. ഹാർഡ് ഡിസ്കിൽ ആ ഫയൽ സേവ് ചെയ്തിട്ടുള്ള ആ ലൊക്കേഷനിലേക്ക് ചെന്നിട്ട് ആ ഫയലിനെ റീഡ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ലാസ് എന്നുള്ള ഇൻഫർമേഷൻ താഴെ വന്നിട്ടുണ്ട്. ഈ പേസ്റ്റിനും എംബഡിനും ലിങ്കിനും എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം സിമ്പിളായിട്ട് നോക്കാം. വേർഡിൽ നമ്മൾ ഒരു പിക്ചറിനെ പേസ്റ്റ് ചെയ്താൽ ആ പിക്ചറിന് വേർഡ് docx ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കളയും. അതുകൊണ്ട് ഈ പിക്ചറിൽ ഇനി നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ നമ്മൾ ഒരു പിക്ചറിനെ എംബഡ് ചെയ്താൽ ഈ docx എന്നുള്ള ഈ ഫോർമാറ്റിൻ്റെ അകത്ത് BMP ഫോർമാറ്റിൽ തന്നെ ഈ പിക്ചറിന് സേവ് ചെയ്യും. അതുകൊണ്ട് ഈ പിക്ചറിനെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെയിൻറ്റ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് ആവശ്യമുള്ള ചേഞ്ചിന് പെയിൻറ്റിൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഫയലിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയലിന് docxൻ്റെ അകത്ത് പെർമനൻ്റായിട്ട് സേവ് ചെയ്യില്ല. അതിൻ്റെ പകരം ഈ ഡോക്യുമെൻറ്റിനെ നിങ്ങൾ എപ്പോഴൊക്കെ ഓപ്പൺ ചെയ്യുന്നുവോ ആ സമയത്ത് നമ്മൾ ഫയൽ എവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടുന്ന് ആ ഫയലിനെ റീഡ് ചെയ്തിട്ട് ആ പിക്ചറിന് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് കാണിക്കും. ഈ വർക്കൊക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. കമ്പനിയിൽ ഒരു ലോഗോവിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഫീസിൽ ഡോക്യുമെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റിലും കമ്പനീൻ്റെ ലോഗോവിന് ഇൻസെർട്ട് ചെയ്തിട്ടാണ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളിന് നമ്മൾ ഒരു 100 ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണോ എന്ന് കരുതാം. കമ്പനി യൂസ് ചെയ്യുന്ന ഈ ലോഗോവിൽ യാതൊരു ചേഞ്ചും വരില്ല. പെർമനൻ്റായിട്ട് ഈ ലോഗോവാണ് കമ്പനി യൂസ് ചെയ്യാൻ പോണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ആ ലോഗോവിനെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ കമ്പനി യൂസ് ചെയ്യുന്ന ഈ ലോഗോവിൽ ചേഞ്ചസ് ഒക്കെ ഫ്യൂച്ചറിൽ വരും എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഡോക്യുമെൻറ്റിൽ ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു 100 ഡോക്യുമെൻറ്റിൽ എംബഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 100 ഡോക്യുമെൻറ്റിൽ ലിങ്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ കമ്പനി ലോഗോവിൽ ഇവിടെ കുറച്ച് ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഈ 100 ഡോക്യുമെൻറ്റിനും ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എംബഡ് ചെയ്തിട്ടുള്ള ഈ പിക്ചറിനെ പെയിൻറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് ലോഗോവിൽ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടോ ആ ചേഞ്ചിനെ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. ഈ വർക്ക് നിങ്ങൾക്ക് വളരെ കഷ്ടമായിരിക്കും. ഇത് തന്നെ കമ്പനിയിൽ ഡോക്യുമെൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ എംബ്ലത്തിന് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റും ഓപ്പൺ ചെയ്തിട്ട് എംബ്ലത്തിൽ ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ കമ്പനീൻ്റെ ഒറിജിനൽ ലോഗോവിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്ത് ആൾട്ടർ ചെയ്യണം എന്ന് നോക്കിയിട്ട് അവിടെ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈ 100 ഡോക്യുമെൻറ്റിനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ് ഒറിജിനൽ ഫയലിനെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ആ എംബ്ലത്തിന് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ഫയലിൽ ചെയ്ത ആൾട്രേഷൻ എല്ലാ ഡോക്യുമെൻറ്റിനും വന്നളയും. ഇതുപോലെ ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രശ്നം വരുള്ളൂ. ഈ ഡോക്യുമെൻറ്റിനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്ത ഫയല് അതേ ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിക്ചർ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത ഈ പിക്ചർ ഫയലിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് പിക്ചർ വരില്ല. എന്ന് വെച്ചാൽ ലിങ്ക് വർക്ക് ചെയ്യില്ല. അതുതന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഡോക്യുമെൻറ്റിന് വേറെ ഒരു കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലിങ്ക് ചെയ്ത ഫയലും നിങ്ങൾ കോപ്പി ചെയ്തിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾ എംബഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ എംബഡ് ചെയ്യുമ്പോൾ ഈ പിക്ചറിന് നമ്മളുടെ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് BMP ഫോർമാറ്റിൽ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഫയൽ ഇല്ലെങ്കിലും നമ്മൾ എംബഡ് ചെയ്തത് കറക്റ്റായിട്ട് എപ്പോഴും വർക്ക് ചെയ്യും. നമ്മൾ ഇനി ഒരു വേർഡ് പാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇൻസെർട്ട് ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് ഫ്രം ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ബ്രൗസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു JPG ഫയലിനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പണിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ BMP ഫയലിനെ എംബഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഫുൾ പിക്ചർ ഡിസ്പ്ലേ ആയി. പക്ഷേ നിങ്ങൾ ഒരു JPG ഫയലിനെ എംബഡ് ചെയ്താൽ ഇതുപോലെ ഫുൾ പിക്ചർ നിങ്ങൾക്ക് കാണിക്കില്ല. അത് ഒരു ഐക്കോൺ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുക. ഈ ഐക്കോണിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പെയിൻറ്റ് ഓപ്പൺ ആവും. പെയിൻറ്റിൽ മാത്രമേ ഈ പിക്ചറിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. ഈ BMPക്കും JPGക്കും എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം നോക്കാം. ഈ വേർഡ് പാർട്ട് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് BMP ഫയലിനെ എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 100% സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ JPG ഫയലിനെ അകത്ത് എംബഡ് ചെയ്യാൻ അവർ ഇത്ര സപ്പോർട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എംബഡ് ചെയ്യുമ്പോൾ പിക്ചർ കാണിക്കുന്നില്ല, ഐക്കോൺ മാത്രമേ കാണിക്കുന്നുള്ളൂ.
ഇതുപോലെ ഐക്കോൺ കാണിച്ചാൽ ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് പെയിൻറ്റിൽ വേണം ഇത് എന്ത് പിക്ചറാണ് എന്ന് നോക്കാൻ. നമ്മളുടെ ക്ലാസ്സസ് റൂട്ട് എന്നുള്ള രജിസ്ട്രീൻ്റെ അകത്ത് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷനെ ലോഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ഏതൊക്കെ ടൈപ്പായ ഫയലിന് എംബഡ് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ മുഴുവനും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ OLE ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെർച്ചിൽ ഡീഫോൾട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡീഫോൾട്ട് ആപ്സ് സെറ്റിങ്ങിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഡീഫോൾട്ടായിട്ട് എന്ത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിളിന് നമ്മൾ വീഡിയോ പ്ലെയറിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് മീഡിയ ഫയലൊക്കെ ഏത് വീഡിയോ പ്ലെയറിലാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ VLCനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രിയിൽ ക്ലാസിൻ്റെ അകത്ത് മീഡിയ ഫയൽ മുഴുവനും VLC പ്ലെയറിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷന് രജിസ്ട്രിയിൽ സ്റ്റോർ ചെയ്ത് കളയും. വെബ് ബ്രൗസർ ഡീഫോൾട്ട് എഡ്ജാണുള്ളത്. ഇതിനെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഫയർഫോക്സിനെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് ഫയർഫോക്സിനെ ഓപ്പൺ ചെയ്യണം എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഫയൽ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യവും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ രജിസ്ട്രീനെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.